നമസ്കാരം. ദേവകി ആസ്ട്രോ സെർച്ചിലേക്ക് സ്വാഗതം. ഇന്ന് 2025 വർഷഫലം പറയാമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ വൃശ്ചികം രാശിയിൽ ഉൾപ്പെടുന്ന വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അതായത് 4-ാം പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരുടെ ഫലങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. അതിനു മുമ്പായി ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതിയും ഈ വർഷമുണ്ടാകുന്ന മാറ്റങ്ങളും ഒന്ന് പരിശോധിക്കാം. ഇടവത്തിൽ വ്യാഴം, കന്നിയിൽ കേതു, കുംഭത്തിൽ ശനി, മീനത്തിൽ രാഹു എന്നിങ്ങനെയാണ്. 2025 മാർച്ച് 29 ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് സംക്രമിക്കുന്നു. 2025 മെയ് 14 വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കും സംക്രമിക്കുന്നു. മെയ് 18 രാഹു കുംഭത്തിലേക്കും കേതു ചിങ്ങത്തിലേക്കും സംക്രമിക്കുന്നു. 2025 ഒക്ടോബർ 17 വ്യാഴം മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നുണ്ട്. പിന്നീട് ഡിസംബർ 4 വ്യാഴം വക്രഗതിയിൽ മിഥുനം രാശിയിലേക്കും തിരികെ വരുന്നു. അതിനുശേഷം മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നത് 2026 ജൂൺ മാസത്തിലാണ്. അങ്ങനെ വ്യാഴം ഈ വർഷം 3 രാശി മാറുന്നുണ്ട്. കൂടുതൽ സമയക്കാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ടാണ് നമ്മൾ വർഷഫലം സാധാരണ പറയാറ്. മറ്റു ഗ്രഹങ്ങളുടെ ചാരഫലം മാസഫലങ്ങളിൽ ഉൾപ്പെടുത്താറുണ്ട്. മാസഫലങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയുന്നതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി വിഷയത്തിലേക്ക് കടക്കാം. ഈ വീഡിയോയിൽ വൃശ്ചികം രാശിയിൽ ഉൾപ്പെടുന്ന വിശാഖത്തിൻ്റെ 4-ാം പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന വൃശ്ചിക കൂറുകാരുടെ 2025 വർഷക്കാലം എങ്ങനെയായിരിക്കുമെന്ന് പറയാമെന്ന് വിചാരിക്കുന്നു. വൃശ്ചികം രാശിക്കാർക്ക് ഈ വർഷം, അതായത് 2025 മാർച്ച് 29 ശനി മാറുന്നത് 4-ാം ഭാവത്തിൽ നിന്നും 5-ാം ഭാവത്തിലേക്കാണ്. അതുപോലെ തന്നെ 2025 മെയ് 14 വ്യാഴം മാറുന്നത് 7-ാം ഭാവത്തിൽ നിന്നും 8ാം ഭാവത്തിലേക്കാണ്. ഈ ഗ്രഹസ്ഥിതിയും ഗ്രഹമാറ്റവും കൊണ്ട് വൃശ്ചിക കൂറുകാരുടെ ധനസ്ഥിതിയുടെ കാര്യം ചിന്തിക്കാം. വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. എന്നാൽ 2-ാം പകുതിയിൽ ധനച്ചിലവുകളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്രതീക്ഷിതമായ ധനവരവ് ഉണ്ടാകുമെങ്കിലും നിക്ഷേപങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങൾ, ഇൻഷുറൻസ് തുക ലഭിക്കുന്നത് വഴിയും പിതൃസ്വത്തിൽ നിന്ന് നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. ശുഭകാര്യങ്ങൾക്കായി ധനച്ചിലവുകൾ വന്നു ചേരും. തൊഴിൽപരമായിട്ട് ചിന്തിച്ചാൽ നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന വർഷക്കാലമാണ് വരാനിരിക്കുന്നത്. ഇതുവരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവയെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. നിങ്ങളുടെ പ്രവർത്തന മണ്ഡലം വിപുലമാക്കുന്നതിനും കാര്യക്ഷമത വർദ്ധിക്കുന്നതിനും ഇടയാകും. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ്. വിദേശയാത്രയും തരപ്പെടാം. ഗവേഷകർക്കും ഇൻ്റലിജൻസ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർക്കും ആദ്യ പകുതിയിൽ നേട്ടങ്ങൾ വർദ്ധിച്ചു തന്നെ നിൽക്കും. 2025 ആദ്യ പകുതിയിലായിരിക്കും കാര്യങ്ങൾ ഭേദപ്പെട്ട് മുന്നോട്ടു പോകുന്നത്. തൊഴിൽ മാറ്റം, ഉന്നതി, സ്ഥാനഭ്രംശം എന്നിവ പ്രതീക്ഷിക്കാം. ബുദ്ധിപൂർവം തീരുമാനങ്ങൾ എടുക്കുന്നതിനായി മുതിർന്നവരുടെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും വേണം. 2-ാം പകുതിയിലാകട്ടെ ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ്. എന്തോ ഒരു സുഖക്കുറവ് അനുഭവപ്പെടും. ബിസിനസ് രംഗത്തുള്ളവർക്കാണെങ്കിൽ പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങി പുറപ്പെടാനും എല്ലാ പ്രവർത്തനങ്ങളിലും ലാഭം കൊയ്യാനും ആകും. പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാനും ആകും. വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം ശ്രദ്ധാപൂർവം മാത്രം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകേണ്ടതാണ്. വർഷത്തിൻ്റെ പകുതിയോടെ എല്ലാ തരത്തിലുള്ള വിപുലീകരണങ്ങളും ഉയർച്ചകളും നേട്ടങ്ങളും ഉണ്ടാകും. പിന്നീട് അങ്ങോട്ട് ശ്രദ്ധിക്കണം എന്ന് മാത്രം. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല ജീവിത പങ്കാളിയെ കണ്ടെത്താനും തനിക്ക് അനുയോജ്യമായവ തന്നെ വന്നു ചേരുന്നതിനും ഇടയാകും. പ്രണയിതാക്കൾക്കാകട്ടെ ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനും ആകും. ദമ്പതി സൗഖ്യം ഉണ്ടാകാം. ദമ്പതികളുടെ ബന്ധം സന്തോഷകരമായിരിക്കും. ആശയവിനിമയങ്ങൾ പ്രയോജനപ്പെടും.
ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന വർഷക്കാലമാണ്. എന്നാൽ വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം എല്ലാ കാര്യത്തിലും ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. എതിർലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. നല്ല സൗഹൃദങ്ങളാണെങ്കിലും അപവാദങ്ങൾ കേൾക്കാനിടയാകും. കുടുംബജീവിതം ചിന്തിക്കുകയാണെങ്കിൽ ആദ്യ 2-3 മാസങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും കുടുംബജീവിതം സന്തോഷകരമായി പോകാനും ആകും. കുടുംബത്തുള്ളവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട്. എന്നാലും താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ സാധിച്ചെടുക്കാനാകും. വീട് പുതുക്കി പണിയുന്നതിനും വീട് പുതിയത് വാങ്ങുന്നതിനും വസ്തു സ്വന്തം പേരിലായി വരുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും സാധിക്കുന്ന ഒരു വർഷക്കാലമാണ്. ക്ഷമ എല്ലാ കാര്യത്തിലും അത്യന്താപേക്ഷിതമാണ്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിച്ച് മുന്നോട്ടു പോകേണ്ടതാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാകട്ടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിച്ചു തന്നെ നിൽക്കും. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ചില സന്ദർഭങ്ങളിൽ ചില കൺഫ്യൂഷൻസ് ഉണ്ടായേക്കാം. എന്നാൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോവുകയാണെങ്കിൽ നല്ല ഗുണാനുഭവങ്ങളും ലഭിക്കുന്നതാണ്. വിദേശ പഠനത്തിനായി ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം പൂർത്തീകരിക്കുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ക്യാമ്പസ് സെലക്ഷൻ വഴി ജോലിയും തരപ്പെടും. സുഹൃത്തുക്കളുമായും സഹോദരങ്ങളുമായും നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. ആദ്യം 3 മാസങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. രണ്ടാം പകുതിയിൽ ആകട്ടെ ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. വർഷത്തിലുടനീളം ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. രേഖകൾ നല്ലതുപോലെ പരിശോധിച്ചതിന് ശേഷം മാത്രം കാര്യങ്ങൾ മുന്നോട്ട് നീക്കേണ്ടതാണ്. മാനസിക സംഘർഷങ്ങൾ ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകാനിടയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വർഷത്തിൻ്റെ രണ്ടാം പകുതിയേക്കാൾ ആദ്യ പകുതിയായിരിക്കും കൂടുതൽ മെച്ചം. പ്രാർത്ഥനകളും വഴിപാടുകളും യഥാസമയം സമർപ്പിച്ച് മുന്നോട്ടു പോകേണ്ടതാണ്. വർഷത്തിൻ്റെ ആദ്യ മാസങ്ങളിൽ യാത്രയിൽ ശ്രദ്ധ ചെലുത്തി പോകേണ്ടതുണ്ട്. ചിലർക്ക് ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാനും ദഹന പ്രക്രിയയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാനും ബ്ലഡ് പ്രഷർ വർദ്ധിക്കുവാനും ഇടയുണ്ട്. ചികിത്സകളും ആവശ്യമായി വന്നേക്കാം. ദൈവാധീനത്താൽ അതിനെയെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. വർഷത്തിൻ്റെ പകുതിയോടെ കുടുംബത്തിൽ ചില മാനസിക പ്രയാസങ്ങളും സുഖക്കുറവും ഉണ്ടാകുന്നതാണ്. ഉദരസംബന്ധമായ പ്രശ്നങ്ങളും സന്താനങ്ങളെ ചൊല്ലി ചില മനപ്രയാസങ്ങൾക്കും ഇടയാകും. സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് വഴി പ്രയാസങ്ങൾ വർദ്ധിക്കുവാനും അവരുടെ ഉയർച്ചയിൽ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാനും സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ആദ്യ മാസങ്ങളിൽ അമ്മയുടെ ആരോഗ്യത്തിലും ശ്രദ്ധയുണ്ടാകണം. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യം, ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക. ശ്രീകൃഷ്ണസ്വാമിക്ക് ബുധനാഴ്ച ദിവസങ്ങളിൽ വ്യാഴാഴ്ച ദിവസങ്ങളിലും നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നിത്യേന കൃത്യനിഷ്ഠയോടെ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് 2025 ജനുവരി മുതൽ ഡിസംബർ വരെ വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ മനസ്സിൽ വെക്കേണ്ടത്. ഈ ഫലങ്ങളെല്ലാം ഗോചര ഫലങ്ങളായതിനാൽ കൂടുതൽ ഫലം അറിയുന്നതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ജനന തീയതി, ജനന സമയം, ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. മാക്സിമം ഷെയർ ചെയ്തു കൊടുക്കുക. ഈ ചാനലിലെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദേവകി ആസ്ട്രോ റിസർച്ച് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ പുതുവർഷം നിങ്ങൾക്ക് ഐശ്വര്യപൂർണ്ണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം.